ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി ക്യാരറ്റും പാലും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടോക്കിയാലോ. ഇതിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാരറ്റിൻ്റെ ലെയറും പിന്നെ മിൽക്കിൻ്റെ ലെയറും. അപ്പോൾ ഫസ്റ്റ് ക്യാരറ്റിൻ്റെ ലെയർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു 300 ഗ്രാം അളവിൽ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഇത് നമ്മൾ ക്യാരറ്റ് ഹൽവ ആക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ. ക്യാരറ്റ് ഹൽവക്ക് കുറച്ചും കൂടി ഗീ അധികം ഒഴിച്ചു കൊടുക്കും. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഗീ മതി. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് വാട്ടിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇപ്പം 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിക്ക് ചേർത്ത് കൊടുക്കുക. പുഡിങ്ങിലെല്ലാം കുറച്ച് അധികം മധുരം മുന്നിട്ട് നിൽക്കുമ്പോൾ മാത്രമേ തണുത്ത് കഴിഞ്ഞാൽ മധുരം നമുക്ക് കറക്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. പഞ്ചസാരൻ്റെ പകരം മിൽക്ക് മെയ്ഡും ഉപയോഗിക്കട്ടെ ഇതിന്. എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിക്കാനല്ല ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. നമ്മൾ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിന്. ഇനി ഇത് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പാല് നമ്മളെ ക്യാരറ്റ് വലിച്ചെടുക്കുന്ന രീതിക്ക് ഒന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയില്ലേ, ഏലക്കായ് പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാനില എസെൻസ് വേണമെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഏലക്ക ഫ്ലേവറാണ് ഇതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ പാല് ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ഈ ടൈം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നട്ട്സ് ഇല്ലാഞ്ചെല്ല് ആരും ഉണ്ടാക്കാണ്ട് നിൽക്കരുത്. നട്ട്സ് ഇട്ടിട്ടില്ലെങ്കിലും ഈ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഒരു പുഡിങ് ട്രേയിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലെവലാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് മിക്സെല്ലാം ഞാൻ പുഡിങ് ട്രേയിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഈ രീതിക്കൊന്ന് പരത്തിയിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള അടുത്ത ലെയർ മിൽക്കിൻ്റെ ലെയർ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഗ്യാസിലല്ല പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പാന്. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാം മിക്സാക്കിയ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. 1/2 ലിറ്റർ പാലിലേക്ക് 1 ടീസ്പൂണ് വാനില എസെൻസും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന്. ഞാൻ പറഞ്ഞല്ലോ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങളെ ഒരു മധുരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരൻ്റെ പകരം മിൽക്ക് മെയ്ഡ് ചേർത്താലും നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും പുഡിങ്ങിലെല്ലാം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചറാകുന്നവരൊന്ന് കുറുക്കിയിട്ട് എടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കരുത് കേട്ടോ, കാരണം ഇത് അടിക്ക് പിടിച്ചു പോകും. പിന്നെ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയിട്ടെടുക്കുക. ഇത് വേഗം തന്നെ ഒന്ന് കുറുക്കി കിട്ടും. നമ്മൾ ഫസ്റ്റ് തന്നെ കോൺഫ്ലവർ പാലിട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ വേഗം മിക്സ് ആയി കിട്ടും. നമ്മൾ ചൂട് പാലിലേക്ക് ചിലപ്പോൾ കോൺഫ്ലവർ ഇടുമ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഇത് നമ്മൾ ക്യാരറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്രീം അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, നട്ട്സ് ഇല്ലാഞ്ചാൽ ഈ പുഡിങ്ങിന് ടേസ്റ്റ് ഒന്നും ഒരു കുറവുണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവുക ഈ പുഡിങ്ങിന്. പിന്നെ നട്ട്സും കൂടി ഇടുമ്പോൾ ആ ഒരു എടുക്ക് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം കേട്ടോ. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആ ക്യാരറ്റിൻ്റെയും മിൽക്കിൻ്റെയും രണ്ടും കൂടി കൂട്ടി ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് വന്നിട്ട് കിട്ടാൻ. ഈ രീതിക്ക് നിങ്ങൾ പുഡിങ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു ഈസി പുഡിങ് അല്ലേ, നല്ല ടേസ്റ്റുമാണ് ഈ പുഡിങ്. അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി പുഡിങ്ങാണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.